അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുറൈശികളുടെ കൂട്ടത്തിൽപ്പെട്ട സംഅത്തുൽ ആമിരിയുടെ മകളാണ് സൗദ. കുടുംബത്തിൻ്റെ എതിർപ്പ് വകവെക്കാതെ സൗദ ഇസ്ലാം സ്വീകരിച്ചു. പലവിധ ഭീഷണികൾക്കും ആക്ഷേപങ്ങൾക്കും ഇരയായി. എല്ലാം ധീരമായി നേരിട്ടു. സൗദ റളിയല്ലാഹു അൻഹായുടെ അമ്മാവൻ്റെ മകനാണ് സഖറാൻ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം സൗദ റളിയല്ലാഹു അൻഹായുടെ ഭർത്താവുമാണ്. ഭീഷണികൾ വകവെക്കാതെ സഖറാൻ റളിയല്ലാഹു അൻഹുവും ഇസ്ലാം സ്വീകരിച്ചു. ഇരുവരും മർദ്ദനങ്ങൾക്കിരയായി. മക്കയിലെ ജീവിതം അസഹ്യമായി തീർന്നു. സഖറാൻ റളിയല്ലാഹു അൻഹു ഭാര്യയോട് പറഞ്ഞു, വിശ്വാസം സംരക്ഷിക്കണമെങ്കിൽ ഈ നാട് വിടേണ്ടതായി വരും. പിടിച്ചു നിൽക്കാനാവില്ല. വിശ്വാസത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയല്ലേ നമുക്ക് നാട് വിടാം. സൗദ റളിയല്ലാഹു അൻഹ സമ്മതിച്ചു. ആ ദമ്പതികൾ യുവാക്കളല്ല, യൗവനം യാത്ര പറഞ്ഞ പ്രായം. വിശ്വാസം കരുത്തുറ്റതാണ്. മക്കയിലെ മർദ്ദനം സഹിക്കവയ്യാതെ നാട് വിട്ടവരുടെ കൂട്ടത്തിൽ ഈ ദമ്പതികളും ഉണ്ടായിരുന്നു. കുറേ കാലം അവർ അബ്സീനിയായിൽ കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മലഞ്ചെരുവിൽ നിന്ന് മടങ്ങുകയും മർദ്ദനത്തിനൊരൽപ്പം ശമനം കാണുകയും ചെയ്ത സന്ദർഭം. ആ സമയത്ത് സഖറാൻ ദമ്പതികൾ മക്കയിലുണ്ടായിരുന്നു. അബ്സീനിയായിൽ നിന്ന് മടങ്ങി വന്നതാണ്. സഖറാൻ റളിയല്ലാഹു അൻഹു വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്നു. വാർദ്ധക്യ സഹജമായ രോഗങ്ങളും സൗദ റളിയല്ലാഹു അൻഹയ്ക്കു തന്നെ 60-നടുത്ത് പ്രായമുണ്ട്. സഖറാൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. മുസ്ലിങ്ങൾ മയ്യിത്ത് സംസ്കരണം നടത്തി. സൗദ റളിയല്ലാഹു അൻഹ ഒറ്റപ്പെട്ടു. വാർദ്ധക്യവും വൈദ്യവും അവരെ തളർത്തി. ഈ സാഹചര്യത്തിൽ അവർക്കൊരു സംരക്ഷണം വേണം. ആരാണ് അവരെ സ്വീകരിക്കുക? ആരെങ്കിലും അവരെ സ്വീകരിച്ചില്ലെങ്കിൽ അതൊരു ക്രൂരതയായിരിക്കും. മനുഷ്യസ്നേഹിയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പോട്ട് വന്നു. സൗദ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. നിരാലംബയുടെ സംരക്ഷണമായിരുന്നു ആ വിവാഹത്തിൻ്റെ ലക്ഷ്യം. പിന്നീട് നടന്ന പല വിവാഹങ്ങളുടെയും ലക്ഷ്യവും ഇത് തന്നെയായിരുന്നു. തൻ്റെ മക്കൾ ആയിഷയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കണമെന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചു. അള്ളാഹു ആ വിവാഹത്തിന് പിന്നിൽ മഹത്തായ ലക്ഷ്യങ്ങൾ വഹിച്ചിരുന്നു. പ്രവാചകനുമായി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹബന്ധം തുടങ്ങിയിട്ട് വർഷങ്ങൾ എത്രയോ ആയി. അതൊരു വിവാഹബന്ധത്തിലൂടെ സൗദൃഢമാക്കണമെന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചു. ആയിഷ മിടുമിടുക്കിയായ പെൺകുട്ടിയാണ്. അതിശയിപ്പിക്കുന്ന ബുദ്ധിശക്തിയാണ്. ഒരിക്കൽ കേട്ട കാര്യം മറക്കില്ല. കളിപ്പാവകളോട് കുട്ടിക്കാലത്ത് വലിയ ഇഷ്ടമായിരുന്നു. 9 വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ. വീട്ടിലും പുറത്തും തുള്ളിച്ചാടി നടക്കും. അക്കാലത്താണ് വിവാഹാലോചന. നിക്കാഹ് നടന്നു എന്ന് മാത്രം. ഹിജ്റയുടെ ആദ്യ വർഷം ഷവ്വാലിൽ മദീനയിൽ വെച്ചാണ് ദാമ്പത്യ ജീവിതം തുടങ്ങിയത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ റിപ്പോർട്ടുകളിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം വിശദമായ ലോകത്തിന് ലഭിച്ചത്. ഭർത്താവ്, പിതാവ്, കുടുംബനാഥൻ എന്നീ നിലകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെ ജീവിച്ചു എന്ന് ലോകത്തിന് പറഞ്ഞു കൊടുത്തത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്.